ഹായ് ഓൾ, വെൽക്കം ടു കെമഗ്രം ഫീൽഡ് കെമിസ്ട്രി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിൻ്റെ ബാക്കി പാർട്ടാണ് പറയുന്നത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കെമിക്കൽ ഷിഫ്റ്റ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് NMR സ്പെക്ട്രോസ്കോപ്പി എന്നുള്ളത്, എങ്ങനെയാണത് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ഡിഫറെൻറ്റ് സിഗ്നൽസ് നമ്മൾ അസൈൻ ചെയ്യുക, അതുകൂടാതെ കെമിക്കൽ ഷിഫ്റ്റ് കുറച്ച് വാല്യൂസൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കെമിക്കൽ ഷിഫ്റ്റ്, അപ്പ് ഫീൽഡ്, ഡൗൺ ഫീൽഡ്, ഡീഷീൽഡഡ്, ഷീൽഡഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടേംസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കെമിക്കൽ ഷിഫ്റ്റ് ആണ്. അപ്പോൾ മുന്നത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പ്ലേലിസ്റ്റിൽ സ്പെക്ട്രോസ്കോപ്പിക്ക് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ വീഡിയോസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ കെമിക്കൽ ഷിഫ്റ്റ് പറയുന്ന സമയത്ത് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം കെമിക്കൽ ഷിഫ്റ്റ് ഇൻക്രീസ് ചെയ്യും. എങ്ങനെ? ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് അറ്റാച്ച്ഡ് ആറ്റം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം? ഇപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രോട്ടോൺ NMRൻ്റെ കേസിലാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാത്തിലും അപ്ലിക്കബിൾ ആവും എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു കാർബണിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, അതുകൂടാതെ ആ കാർബൺ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ആ പ്രോട്ടോണിൻ്റെ കെമിക്കൽ ഷിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോൺ പെയർ എങ്ങോട്ട് പോകും? ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൻ്റെ അടുത്തേക്ക് പോകും. അതായത് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന പ്രോട്ടോണിൻ്റെ അടുത്ത് എന്തായിരിക്കും? ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോട്ടോണിനെ നമ്മൾ എന്ത് പറയും? ഡീഷീൽഡഡ് പ്രോട്ടോൺ എന്ന് പറയും. അപ്പോൾ ഡീഷീൽഡഡ് പ്രോട്ടോൺ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എങ്ങനെ പറയാം? ഹയർ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ. ഹയർ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ TMS നിന്ന് കുറേ ദൂരത്തേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക, അപ്പോൾ നിങ്ങൾക്ക് ആ പറയുന്ന കാര്യം മനസ്സിലാക്കും. അപ്പോൾ ഹയർ വാല്യൂ എന്ന് പറയുമ്പോൾ ഹയർ വാല്യൂ ഡെൽറ്റ എന്ന് പറയുന്ന സമയത്ത് ഡീഷീൽഡിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോട്ടോൺ എന്തായിട്ട് മാറി? ഡീഷീൽഡഡ് ആയി. ഡീഷീൽഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ദ ലോക്കൽ ഡയാമാഗ്നറ്റിക് ഷീൽഡിങ്. അപ്പോൾ അതെന്ത് ചെയ്യും? ഡൗൺ ഫീൽഡിലായിരിക്കും ഉണ്ടാവുക, അതായത് ഹയർ ഡെൽറ്റ വാല്യൂ. അപ്പോൾ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്തോറും എന്ത് ചെയ്യും? പ്രോട്ടോൺ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഡീഷീൽഡഡ് ആയിട്ടാണ് മാറുക. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ നമ്മൾ CH3X എന്നുള്ള ഒരു കോമ്പൗണ്ട് കൺസിഡർ ചെയ്യുന്നു. അതിലത്തെ പ്രോട്ടോണിൻ്റെ ഷിഫ്റ്റ്, കെമിക്കൽ ഷിഫ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, CH3F, എക്സിന് പകരം നമ്മൾ F കൊടുത്തു, ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 4 ആണ്. അപ്പോൾ ആ CH3-ലെ CH3X എന്ന് പറയുമ്പോൾ ആ 3 ഹൈഡ്രജൻസ് എന്താണ്? സിംഗിൾ പീക്കാണ് തരിക. അത് നമ്മൾ നമ്പർ ഓഫ് സിഗ്നൽസ് എന്നുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സിംഗിൾ പീക്ക് തരും. അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 4.26 ആണ് ഉള്ളത്. നിങ്ങൾ വാല്യൂസ് ഒന്നും പഠിക്കേണ്ട, നിങ്ങൾക്ക് ആ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ CH3OH, അതായത് എക്സിന് പകരം OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഓക്സിജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 3.5 ആണ്. അതായത് ഫ്ലൂറിനേക്കാളും എന്താണ്? കുറവായെന്ന സമയത്ത് 3.4ലേക്ക് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ വന്നു. അതായത് എന്ത് വന്നു? അപ്പ് ഫീൽഡ് വന്നു, അല്ലെങ്കിൽ ലോവർ ഡെൽറ്റ വാല്യൂ വന്നു. അപ്പോൾ TMSൻ്റെ ഡെൽറ്റ വാല്യൂ എത്രയായിരുന്നു? 0 ആണ്. അപ്പോൾ 0ൻ്റെ അടുത്തുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഷീൽഡഡ് പ്രോട്ടോൺസ് എന്ന് പറയും. TMS ദൂരെയുള്ളതിനെ നമ്മൾ ഡീഷീൽഡഡ് പ്രോട്ടോൺസ് എന്ന് പറയും. അല്ലെങ്കിൽ TMSൻ്റെ അടുത്തുള്ളതിനെ നമ്മൾ അപ്പ് ഫീൽഡ് എന്ന് പറയും. TMS ദൂരെയുള്ളത് ഡൗൺ ഫീൽഡ് എന്ന് പറയും. അപ്പോൾ ഡെൽറ്റ വാല്യൂ ഹയർ ആകുമ്പം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്ന സമയത്ത് ഡെൽറ്റ വാല്യൂ ഹയർ ആകും. ഇനി അടുത്ത കോമ്പൗണ്ട് കൺസിഡർ ചെയ്യാം. എക്സ് നമ്മൾ എന്തായിട്ട് എടുത്തു? ക്ലോറിൻ ആയിട്ട് എടുത്തു. അപ്പോൾ ക്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 3.1 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോട്ടോണിൻ്റെ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ എത്ര വന്നു? 3.05. അപ്പോൾ എക്സാക്ട് വാല്യൂസ് ഒന്നും പഠിക്കേണ്ട. ഇവിടെ കാണുന്ന ട്രെൻഡ് എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറയാണ് ചെയ്യുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്ന സമയത്ത് കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു വരും, അല്ലെങ്കിൽ ഷീൽഡഡ് ആയിട്ട് വരും. നമ്മൾ ബ്രോമിൻ കൺസിഡർ ചെയ്താൽ 2.8 ആണ്, വീണ്ടും വാല്യൂ കുറഞ്ഞു. അയഡിൻ കൺസിഡർ ചെയ്താൽ 2.5 ആണ്, അപ്പോൾ വാല്യൂ വീണ്ടും കുറഞ്ഞു. ഇനി CH4 എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഏകദേശം 0.23. അപ്പോൾ CH4 കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ പീക്കായിട്ടാണ്, ഏതെടുത്താലും സിംഗിൾ പീക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ നോർമൽ വാല്യൂ നമ്മൾ എന്ത് പറയാം?
0.23 ആണ്. പിന്നെ നമ്മൾ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ കൂടി വരുന്നു. അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്ന സമയത്ത് കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടി വരും. കൂടി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൗൺ ഫീൽഡ് ആണ് വരുന്നത്. അതായത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഇലക്ട്രോൺസിന് ആ പർട്ടിക്കുലർ ആറ്റത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈഡ്രജൻ അല്ലെങ്കിൽ ആ പ്രോട്ടോണിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. കുറവാവുന്നത് കൊണ്ട് തന്നെ അത് ഡൗൺ ഫീൽഡ് ആയിരിക്കും. അതായത് കുറച്ച് ഫീൽഡ് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, ഫ്ലിപ്പ് ചെയ്യും. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം, ഇലക്ട്രോനെഗറ്റിവിറ്റി അങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും, കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ കൂടും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ഫീൽഡ് ആകും. അല്ലെങ്കിൽ എന്ത് പറയാം, ഡീഷീൽഡഡ് പ്രോട്ടോൺസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാല്യൂസ് ഒന്നും പഠിച്ചു വെക്കണ്ട, നിങ്ങൾ ആ ട്രെൻഡ് എന്താണെന്നൊന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് കൂടും, അല്ലെങ്കിൽ ഹയർ ഡെൽറ്റ വാല്യൂസ് ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡീഷീൽഡിംഗ് ആണ് ഉണ്ടാകുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡെൽറ്റ വാല്യൂ കൂടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടെങ്കിൽ ആ എഫക്റ്റ് എന്തായിരിക്കും, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഈ ഇവിടെ നിന്ന് തുടങ്ങാം. അതായത് CH3Clൻ്റെ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് 3.05 ആണ്. അപ്പോൾ അതിലത്തെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് വീണ്ടും ഒരു ക്ലോറിൻ വന്നു. വീണ്ടും ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം വരുന്ന സമയത്ത് അതെന്തായിട്ട് മാറി, കൂടിയിട്ട് 5.30 ആയിട്ട് മാറി. വീണ്ടും നമ്മളൊരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ വെക്കുമ്പോൾ 3 ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അവിടെ വന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായി, 7.27 ആയി. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CH4 പ്രോട്ടോൺ എവിടെയാണ് കണ്ടത്, 0. അല്ലെങ്കിൽ 1നും 0.5നും ഇടയിലാണ് CH4 പ്രോട്ടോൺ ഉള്ളത്. അതിലൊരു ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത് 3 ആയി. 2 ക്ലോറിൻ വരുമ്പോൾ 5.3 ആയി. അതുപോലെ 3 ക്ലോറിൻ വരുമ്പോൾ 7.27 ആയി. അതായത് നമ്മളെ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻ്റ്, നമ്പർ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം കൂടുന്ന സമയത്ത് കെമിക്കൽ ഷിഫ്റ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഷീൽഡിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം കൂടുന്ന സമയത്ത് പ്രോട്ടോണിൻ്റെ അടുത്തുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കുറച്ച് ഫീൽഡ് മാത്രം കൊടുത്താൽ മതി. അതായത് ഡൗൺ ഫീൽഡ് ആണ് ഉണ്ടാവുക. ഡൗൺ ഫീൽഡ് എന്ന് പറഞ്ഞാൽ TMS നിന്ന് ഒരുപാട് ദൂരെ ഉള്ളതിനെയാണ് ഡൗൺ ഫീൽഡ് എന്ന് പറയുക. TMSൻ്റെ അടുത്തുള്ളതിനെയാണ് അപ്പ് ഫീൽഡ് എന്ന് പറയുക. അപ്പോൾ അപ്പ് ഫീൽഡ് റിലേറ്റഡ് ടു ഷീൽഡിങ്, ഡൗൺ ഫീൽഡ് റിലേറ്റഡ് ടു ഡീഷീൽഡിങ്. അപ്പോൾ ഇവിടെ വീണ്ടും പറയാനുള്ള അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ആ ഡിസ്റ്റൻസ്, ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് നമ്മൾ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പം 3 കാർബണിന് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത്ര എഫക്റ്റീവായിട്ട് അതുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ CH2Br ഈ ഹൈഡ്രജനാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ഏകദേശം 3.3 ആയി. അപ്പോൾ ഇതിനിടയിൽ വീണ്ടും ഒരു CH2 വരുമ്പോൾ എന്തായി, അത് ആ ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും ഈ ഒരു ഹൈഡ്രജനും തമ്മിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടോണും തമ്മിൽ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായി, 1.69 ആയി. വീണ്ടും ഒരു കാർബൺ അല്ലെങ്കിൽ ഒരു CH2 ഗ്രൂപ്പ് കൂടി വരുന്ന സമയത്ത് 1.25 ആയി. അപ്പോൾ 3 കാർബൺ വരെ, ഏകദേശം 3 കാർബണോളം നമുക്ക് ആ ഒരു എഫക്റ്റ് പറയാം. അപ്പോൾ നോർമൽ CH4ൻ്റെ വാല്യൂ അല്ലെങ്കിൽ നോർമൽ ഒരു ആൽക്കൈൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം എത്ര വരും, 0 to 1ൻ്റെ ഉള്ളിലാണ് സാധാരണ വരാറ്. അപ്പോൾ അവിടെ നിന്ന് എഫക്റ്റ്, അതായത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഡൗൺ ഫീൽഡിലോട്ടേക്ക് വരും. പക്ഷേ അത് ഇപ്പോൾ സപ്പോസ് ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു എഫക്റ്റ് എപ്പോഴും വരണമെന്നില്ല. കാരണം എന്താണ്, അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു ഡിസ്റ്റൻസിൽ വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിന് ഒരു എഫക്റ്റ് അതിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അല്ലാത്ത കേസിൽ എന്തായിരിക്കും, നമ്മൾ സാധാരണ എത്രയാണോ വാല്യൂ കിട്ടുന്നത് അതേ വാല്യൂ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് നെഗറ്റിവിറ്റി എന്നുള്ളതിലുള്ള ഒരു പോയിന്റ്. അപ്പോൾ എല്ലാ പോയിന്റ്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഹൈബ്രിഡൈസേഷൻ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അനൈസോട്രോപ്പിയും പറയാം. കാരണം ഹൈബ്രിഡൈസേഷൻ പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ആ റീസൺ എന്ന് പറയണം. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ടേമാണ് എന്ത്, അനൈസോട്രോപ്പി എന്നുള്ളത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ആൻഡ് അനൈസോട്രോപ്പി, അതാണ് സെക്കൻഡ് ഫാക്ടർ അഫക്റ്റിംഗ് കെമിക്കൽ ഷിഫ്റ്റ്. അപ്പോൾ അത് നമുക്ക് sp3 ഹൈഡ്രജൻസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ സാധാരണ അലിഫാറ്റിക് ഹൈഡ്രജൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു
എന്താണ് വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ സ്ട്രെയിൻഡ് റിങ്സ് ആണെങ്കിൽ 3 മെമ്പേർഡ് റിംഗ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 0 തൊട്ട് 0.5 വരെയുള്ള റീജിയണിലായിരിക്കും സ്ട്രെയിൻഡ് റിങ്സിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ sp3 ഹൈഡ്രജൻസ് എന്ന് പറയുന്നത് 0 to 2 ppmൻ്റെ ഉള്ളിൽ നോർമൽ ഒരു റേഞ്ച്, അതായത് ഇപ്പോൾ പറയുന്നത് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അറ്റാച്ച് ചെയ്യാതെ നോർമലായിട്ട് ഉണ്ടാകുന്ന ഒരു sp3 ഹൈഡ്രജൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ചാണ് പറയുന്നത് 0 to 2 ppm എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്ട്രെയിൻഡ് റിംഗ് ആണെങ്കിൽ ഒരു 0.0 to 0.5 വരെയുള്ള റീജിയണിൽ സ്ട്രെയിൻഡ് റിങ്സ് വരും. അതുപോലെ പ്രൈമറി ആയിട്ടുള്ളത്, പ്രൈമറി ഹൈഡ്രജൻസ് എന്ന് പറയുന്നത് നിയർ 1 ppm ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സെക്കൻഡറി എന്ന് പറയുന്നത് 1.2 to 1.4 ppmൻ്റെ ഉള്ളിൽ വരും. അതുപോലെ ടെർഷ്യറി എന്ന് പറയുന്നത് 1.4 to 2 ppm ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഏകദേശം. അപ്പോൾ വാല്യൂസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും. അത് ഓരോ ടെക്സ്റ്റിനനുസരിച്ചിട്ട് റേഞ്ച് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ആ റേഞ്ചിൻ്റെ ഡിഫറൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ആ ഒരു റേഞ്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി sp3 ഹൈഡ്രജൻസ് എന്ന് പറയുന്നത് 0 to 2 ppm ആണ്. ഏറ്റവും കുറവ് വാല്യൂ, അതായത് ഡെൽറ്റ വാല്യൂ ഏറ്റവും കുറവുള്ളത് സ്ട്രെയിൻഡ് റിങ്സിനാണ്. അത് കഴിഞ്ഞ് പ്രൈമറി, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി, അത് കഴിഞ്ഞിട്ട് ടെർഷ്യറി. അപ്പോൾ ഏകദേശം ഒരു റേഞ്ച് ഒന്ന് പഠിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. sp3 ഹൈഡ്രജൻസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 2 ppm ആണ്. അതുപോലെ ഇതിലിപ്പോൾ ഇലക്ട്രോനെഗറ്റീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിനേക്കാൾ ഹയർ വാല്യൂ ആണ് കിട്ടുക. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ മുന്നേ കണ്ടത്. ആദ്യത്തെ ഫാക്ടർ നമ്മൾ എന്താ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെയാണ് ഇവിടെ ഇത് നോർമൽ വാല്യൂ ആണ്. ഇതിൽ ഇലക്ട്രോനെഗറ്റീവ് അറ്റം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ വാല്യൂ ആയിരിക്കും കിട്ടുക. നമുക്ക് sp2 ഹൈഡ്രജൻസിലോട്ടേക്ക് പോവാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള വിനൈൽ ഹൈഡ്രജൻസ് എന്ന് പറയുന്നത് ഏകദേശം 4.5 to 7 ppmലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ CH2 അല്ലെങ്കിൽ CH2 എന്നുള്ള ഹൈഡ്രജൻ ആണെങ്കിൽ ഏകദേശം എത്രയാണ് പറഞ്ഞത്, 0 to 2 ppm ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് എന്തായി 4.5 to 7 ppmലോട്ടേക്ക് അത് മാറി. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, എസ് ക്യാരക്ടർ കൂടുമ്പം അതെന്തായിട്ട് മാറി, മോർ ഇലക്ട്രോനെഗറ്റീവായി. അത് sp3-നേക്കാളും ഇലക്ട്രോനെഗറ്റീവാണ് sp2, അതിനേക്കാൾ ഇലക്ട്രോനെഗറ്റീവാണ് ആര്, sp. അപ്പോൾ എസ് ക്യാരക്ടർ കൂടുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അപ്പോൾ ഇലക്ട്രോനെഗറ്റീവ് കൂടുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഫാക്ടർ പറഞ്ഞ പോലെ തന്നെ അതെന്തിലേക്ക് വരും, ഡൗൺ ഫീൽഡിലോട്ടേക്ക് വരും. അപ്പോൾ വിനൈൽ ഹൈഡ്രജൻസ് 4.5 to 7 ppm അല്ലെങ്കിൽ 6.5 ppmലായിരിക്കും നമുക്കതിൻ്റെ വാല്യൂ കിട്ടുക. അതേപോലെ അരോമാറ്റിക് ഹൈഡ്രജൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അരോമാറ്റിക് ഹൈഡ്രജൻ്റെ റീജിയൻ എന്ന് പറയുന്നത് 7 to 8 ppm ആണ്. അതുപോലെ ആൽഡിഹൈഡ് പ്രോട്ടോൺ എന്ന് പറയുന്നത് പിന്നെയും ഒരുപാട് ഡൗൺ ഫീൽഡായിട്ട് 9 to 10 ppmലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നതാണ് എന്ത്, അനൈസോട്രോപ്പി എന്ന് പറയുന്നതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ എന്താണ് ഈ അനൈസോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനൈസോട്രോപ്പി എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിൽ ഒരു പാർട്ട് എന്ത് ചെയ്യും, അപ്ലൈഡ് ഫീൽഡിന് സെയിം ഡയറക്ഷനിലും മറ്റൊരു പാർട്ട് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ അനൈസോട്രോപ്പി എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മുടെ പൈ ബോണ്ട്സിൻ്റെ അറേഞ്ച്മെൻറ്റിൽ കെമിക്കൽ ഷിഫ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അരോമാറ്റിക് റിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ റിംഗ് കറണ്ട് ഉണ്ടാകും. ആ റിംഗ് കറണ്ട് എന്ത് ചെയ്യും, ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ നോർമലി ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാം. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ളത്. ഈ കാണിക്കുന്ന റൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് കറണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന ഫീൽഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്, ഈ മുകളിലോട്ടുള്ള ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സെൻട്രൽ പാർട്ടിൽ ഈ അപ്ലൈ ചെയ്ത ഫീൽഡിന് ഓപ്പോസിറ്റും അതുപോലെ ഈ ഒരു പാർട്ട്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള ഈ പാർട്ടിൽ ആരോ മാർക്ക് നോക്കുക. ഈ ആരോ മാർക്ക് എന്താണ്, ഈ മാഗ്നറ്റിക് ഫീൽഡ്, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ സെയിം ഡയറക്ഷനിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കുറച്ച് ഫീൽഡ് കൊടുത്താൽ മതി. അതിന് നമ്മൾ ഡൗൺ ഫീൽഡ് എന്ന് പറയും. ഇവിടെ ആണെങ്കിൽ എന്താണ്,
നമ്മൾ കൂടുതൽ ഫീൽഡ് കൊടുക്കണം, അങ്ങനെ നമ്മൾ അപ്പ് ഫീൽഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, അതായത് ഈ പൈ ഇലക്ട്രോണിൻ്റെ സർക്കുലേഷൻ വഴി ഉണ്ടാകുന്ന സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ്. അപ്ലൈഡ് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഡൗൺ ഫീൽഡ് എന്ന് പറയും നമ്മളതിന്. അപ്പോൾ എന്തായിരിക്കും, ഹയർ ഡെൽറ്റ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അല്ല അതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നതെങ്കിൽ ലോവർ ഡെൽറ്റ വാല്യൂ, അല്ലെങ്കിൽ ഷീൽഡഡ് പ്രോട്ടോൺസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, അപ്പ് ഫീൽഡ് ആണെന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഹൈഡ്രജൻസ് എവിടെയാണുള്ളത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഉള്ളത്. അതേ ഡയറക്ഷനിലുള്ളത് കൊണ്ടാണ് അതിനെന്ത് വരുന്നത്, ലോവർ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്താണ് sp2 ഹൈഡ്രജൻസിന് എങ്ങനെയാണ് ലോവർ വാല്യൂ വരുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എന്ത് വിനൈലിക് ഹൈഡ്രജൻസിൻ്റെ കേസിലും. അപ്പോൾ നമുക്കത് ഇതുപോലൊരു കോണിൽ വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുന്ന അല്ലാതെ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോട്ടോൺ ഈ കോണിക്കൽ ഏരിയയിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ഷീൽഡഡ് എന്ന് പറയും. കോണിക്കൽ ഏരിയയിൽ വരുന്നില്ലെങ്കിൽ നമ്മളതിനെ ഡി ഷീൽഡഡ് എന്ന് പറയും. അപ്പോൾ ഷീൽഡഡ് പ്രോട്ടോൺസ് എപ്പോഴും എന്തായിരിക്കും, അപ്പ് ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലോവർ ഡെൽറ്റ വാല്യൂ ആയിരിക്കും. ഡി ഷീൽഡഡ് പ്രോട്ടോൺ എപ്പോഴും എന്തായിരിക്കും, ഡൗൺ ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഹയർ ഡെൽറ്റ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ബെൻസീനാണ്. ബെൻസീൻ്റെ കോണിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് എന്ത് ഷീൽഡിങ് ഉള്ളത്. ഈ നെഗറ്റീവ് മൈനസ് എന്ന് എഴുതിയത് എന്താണ്, ഡി ഷീൽഡഡ് ആണ്. അപ്പോൾ ഹൈഡ്രജൻസ് എവിടെയാണുള്ളത്, ഈ നെഗറ്റീവ് എഴുതിയ പാർട്ടിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് എന്ത് അത് ഡൗൺ ഫീൽഡിലോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ആൽക്കീൻ്റെ കേസിലും ഇവിടെയാണ് എന്ത് ഹൈഡ്രജൻസ് വരുന്നത്. ഈ ഡബിൾ ബോണ്ട് വരുന്ന പ്ലേസിലാണ് എന്ത് ഷീൽഡിങ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തില്ല, ഹൈഡ്രജൻസ് ഇല്ല. ഹൈഡ്രജൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ നെഗറ്റീവ് പാർട്ടിലുള്ള ഹൈഡ്രജൻസ് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നെഗറ്റീവ് എഴുതിയ സിമ്പിൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്, ഡി ഷീൽഡിംഗ് ആണ്. ഡി ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയർ ഡെൽറ്റ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ആൽഡിഹൈഡിൻ്റെ കേസും അതുപോലെ തന്നെയാണ്. ആൽഡിഹൈഡിൻ്റെ ഈ കോണിക്കൽ ഏരിയ വരുന്നിടത്ത് ഹൈഡ്രജൻസ് ഇല്ല, അല്ലെങ്കിൽ പ്രോട്ടോൺസ് ഇല്ല. അപ്പോൾ അങ്ങനെ ആ പ്രോട്ടോൺസ് ഉള്ള ഏരിയയിൽ എന്താണ്, നെഗറ്റീവ് ആണുള്ളത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഷീൽഡിംഗ് ആണ്. അതായത് ഇതിൽ മൂന്നിൽ നോക്കിക്കഴിഞ്ഞാലും ഹൈഡ്രജൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോട്ടോൺസ് ഉള്ളത് എപ്പോഴും എവിടെയാണ്, നെഗറ്റീവ് ആയിട്ടുള്ള റീജിയണിലാണ്. നെഗറ്റീവ് റീജിയൺ എന്ന് പറയുന്നത് എന്താണ്, ഡി ഷീൽഡിംഗ് റീജിയൺ ആണ്. ഡി ഷീൽഡിംഗ് റീജിയൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയർ ഡെൽറ്റ വാല്യൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഒരേ മോളിക്യൂളിൽ തന്നെ ഒരു ഭാഗത്ത് അപ്ലൈഡ് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്നു, മറ്റേ ഭാഗത്ത് അപ്ലൈഡ് ഫീൽഡിനെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് അനൈസോട്രോപ്പി. അപ്പോൾ അനൈസോട്രോപ്പിൻ്റെ ബേസിലാണ് നമ്മളെന്ത് ഇതുപോലെ ആൽക്കീൻസിലും ആൽഡിഹൈഡിലും അതേപോലെ അരോമാറ്റിക് റിങ്ങിലൊക്കെ എങ്ങനെയാണ് ഡി ഷീൽഡഡ് പ്രോട്ടോൺസ് വന്നത്, എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ ഹയർ ആയിട്ടുള്ള വാല്യൂസ് വന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പോർഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് sp ഹൈഡ്രജൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് sp3 sp2 വരുന്ന സമയത്ത് പെർസെൻറ്റേജ് s ക്യാരക്ടർ കൂടി, അപ്പോൾ sp2 എന്തായി, കൂടുതൽ ഇലക്ട്രോനെഗറ്റീവായി. അങ്ങനെയാണ് നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് അതിന് ഡി ഷീൽഡഡ് പ്രോട്ടോൺസ് വരുന്നതെന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു. അപ്പോൾ sp-ൻ്റെ കേസിൽ എന്താണ് 50-50 ആണ് ക്യാരക്ടേഴ്സ് വരുന്നത്. അതായത് എസിന് കൂടുതൽ എസ് ക്യാരക്ടർ ഉള്ളത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആരാണ്, sp ആണ് ഉള്ളത് ഹൈബ്രിഡൈസേഷൻ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ sp, അത് കഴിഞ്ഞിട്ട് sp2, അത് കഴിഞ്ഞിട്ട് sp3. അപ്പോൾ നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, sp2-നേക്കാളും കുറവ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഡി ഷീൽഡഡ് ആയിരിക്കും ആര്, നമ്മുടെ sp ഹൈഡ്രജൻസ് എന്ന് പറയുന്നത്. അതായത് sp2 എവിടെയാണ്, ഏതൊക്കെയാണ് റേഞ്ച് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഡൗൺ ഫീൽഡ് ആണ് അല്ലെങ്കിൽ ഡി ഷീൽഡഡ് ആണ്. അതിനേക്കാളും ഡി ഷീൽഡഡ് ആയിട്ടാണ് നമ്മൾ sp ഹൈഡ്രജനെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല, അതിനേക്കാൾ അപ്പ് ഫീൽഡാണ്. അതിൻ്റെ കാരണം എന്താണ്, അനൈസോട്രോപ്പിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് അനൈസോട്രോപ്പി വെച്ചിട്ടാണ് പറയേണ്ടത്, അല്ലാതെ ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ചിട്ടല്ല പറയേണ്ടത്. അപ്പോൾ sp3 sp2 പോകുമ്പോൾ നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റിനെയും ബേസ് ചെയ്തിട്ട് അതുപോലെ അനൈസോട്രോപ്പിനെയും ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. നമ്മൾ sp2 sp വരുന്ന സമയത്ത് പ്യുവർലി അനൈസോട്രോപ്പി വെച്ചിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്താണ് ഡയഗ്രാം നോക്കാം. അപ്പോൾ നേരത്തെ വരച്ച അതേപോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ
നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിൻ്റെ അടുത്തെത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആരുള്ളത്? ഈ പ്രോട്ടോൺ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് അപ്പ് ഫീൽഡാണ്, അല്ലെങ്കിൽ ഷീൽഡഡ് പ്രോട്ടോൺ ആണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ ഡയമഗ്നറ്റിക് കറണ്ട് വരുന്നെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? അത് ഷീൽഡഡ് പ്രോട്ടോൺ ആണ്, അല്ലെങ്കിൽ അപ്പ് ഫീൽഡാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോൺ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കോണിനുള്ളിൽ വരുന്നതാണെങ്കിൽ പ്രോട്ടോൺസ്, അല്ലെങ്കിൽ പോസിറ്റീവിൻ്റെ അടുത്ത് പോസിറ്റീവായിട്ടുള്ളതാണെങ്കിൽ നമ്മളതിനെ ഷീൽഡഡ് എന്നും നെഗറ്റീവിനെ നമ്മൾ ഡീഷീൽഡഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? 2 ഹൈഡ്രജൻസും പോസിറ്റീവ് കോണിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തായി? ഷീൽഡഡ് ആണ്. ഷീൽഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് ഫീൽഡ്. അപ്പോൾ നമ്മൾ sp2നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് sp ഹൈഡ്രജൻസ് എന്താണ്? അപ്പ് ഫീൽഡാണ്, അല്ലെങ്കിൽ ലോവർ ഡെൽറ്റ വാല്യൂ. അപ്പോൾ ആ ടേം മാറിപ്പോവരുത്. ഡെൽറ്റ വാല്യൂ, കെമിക്കൽ ഷിഫ്റ്റ്, അപ്പ് ഫീൽഡ്, ഡൗൺ ഫീൽഡ്, ഷീൽഡഡ്, ഡീഷീൽഡഡ്, ഇതിനെക്കുറിച്ചൊരു നല്ല ധാരണ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുമ്പോൾ ആകെ കൂടിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ കൺസെപ്റ്റ് സിമ്പിളായിട്ടുള്ളതാണ്. ഡീഷീൽഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന് ചുറ്റും ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായിരിക്കും. ഷീൽഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് കോണിലാണ് വന്നിട്ടുള്ളത്. പോസിറ്റീവ് ഇല്ലെങ്കിൽ കോണിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. അതായത് ഇത് ഷീൽഡഡ് ആണ്. ഷീൽഡഡ് എന്ന് പറയുമ്പോൾ അപ്പ് ഫീൽഡ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓർഡർ പറയുക? ഇപ്പോൾ TMS നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ TMSന് തൊട്ടടുത്തുള്ളതായിരിക്കും sp3 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആര് വരും? sp വരും. അത് കഴിഞ്ഞിട്ടേ ആര് വരുള്ളൂ? sp2 വരുള്ളൂ. അപ്പം കെമിക്കൽ ഷിഫ്റ്റിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഉള്ളതാർക്കായിരിക്കും? sp2നായിരിക്കും. അത് കഴിഞ്ഞിട്ട് sp-ക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് sp3, അത് കഴിഞ്ഞിട്ട് TMS 0 ആണ്. 0ൻ്റെ തൊട്ടടുത്തുള്ളത് sp3, അത് കഴിഞ്ഞിട്ടുള്ളത് sp, അത് കഴിഞ്ഞിട്ട് sp2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എത്രയാണ്? 2 to 3 ppm ആണ്. നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂന്ന് കുറച്ചും കൂടി കൂടുതൽ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ നോർമൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ചിട്ട് പറയും. അപ്പോൾ ഇത്രയും പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി 1-2 എണ്ണത്തിൻ്റെ കൂടി നോക്കാം. അപ്പോൾ ഇങ്ങനെയൊരു സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെയുള്ള ഹൈഡ്രജൻ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഫിനൈൽ റിങ്ങിൻ്റെ അതേ ഒരു എഫക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഹൈഡ്രജൻസ് ഒക്കെ പുറത്തേക്കാണ്. അവിടെ എന്താണ്? ഡൗൺ ഫീൽഡാണ്. ഇതിന് നേരെ മുകളിലുള്ളതാണ് ഈ CH2 എന്ന് പറയുന്നത്. അത് ഷീൽഡഡ് ആണ്. അപ്പോൾ ആ ഷീൽഡഡ് പ്രോട്ടോൺ -1 ppm തരും. ഡീഷീൽഡഡ് പ്രോട്ടോൺ 2 ppm തരും. ഇനി പറയുന്നത് നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. 18 pi ഇലക്ട്രോൺസ് ഉള്ള ഒരു റിംഗ് സിസ്റ്റം. അപ്പോൾ ഇതിൽ ഇന്നർ പ്രോട്ടോൺസ് ഉണ്ട്, ഔട്ടർ പ്രോട്ടോൺസ് ഉണ്ട്. ഇന്നർ പ്രോട്ടോൺസ് എന്ന് പറയുമ്പോൾ ഷീൽഡഡ് ആണ്, -1.8 ppm വരും. ഔട്ടർ പ്രോട്ടോൺ എന്ന് പറയുന്നത് ഡീഷീൽഡഡ് ആണ്, അത് 8.9 ppm വരും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ റിങ്ങിൻ്റെ സെൻറ്ററിലുള്ളത് എന്താണ്? എപ്പോഴും ഷീൽഡഡ് ആണ്. അപ്പോൾ ഈ ഹൈഡ്രജൻസ് എന്തായിരിക്കും? ഷീൽഡഡ് ആണ്. അതിൻ്റെ വാല്യൂ -1.4 ആണ്. ഈ ഔട്ടർ ആയിട്ടുള്ള ഈ CH2 എന്തായിരിക്കും? ഡീഷീൽഡഡ് ആണ്. നമ്മൾ നേരത്തെ, അതായത് ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ അത് സെൻറ്ററിലോട്ട് വരുമ്പോൾ അത് എന്തായിട്ട് മാറി? ഷീൽഡഡ് ആണ്. പുറത്തേക്ക് വരുമ്പോൾ അത് ഡീഷീൽഡഡ് ആണ്. അടുത്തത് ഈ ഒരു സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ എന്താണ് പറയുക, ഈ CH2 എന്ന് പറയുന്നത് ഷീൽഡഡ് ആണ്. -5 ppm വരും. ഇതിൻ്റെ 10 ഇലക്ട്രോൺസിൻ്റെ റിംഗ് കറണ്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ കെമിക്കൽ ഷിഫ്റ്റും അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും. നമുക്ക് ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ്ങും കെമിക്കൽ ഷിഫ്റ്റും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കാർബോസിലിക് ആസിഡിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, കാർബോസിലിക് ആസിഡിലാണ് നമ്മൾ 10 to 12 ppm ആണ് അതിൻ്റെ വാല്യൂ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈനോൾ ഫോം ആണ്. ഈനോൾ ഫോം 15 ആ റേഞ്ചിൽ ഈനോൾ ഫോം ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ച് നോക്കുമ്പം ഏറ്റവും കൂടുതൽ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആസിഡിനെ പറയാം. 10 to 12 ppm ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റെസണൻസും അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പ്രോട്ടോൺ എന്തായി? ഭയങ്കരമായിട്ട് ഡീഷീൽഡഡായി. അതായത് ഇതിൻ്റെ അടുത്ത്, ഈ പ്രോട്ടോണിൻ്റെ അടുത്ത് ഇലക്ട്രോൺസ് വളരെ വളരെ കുറവാണ്. അങ്ങനെയാകുമ്പോൾ അതെന്തായി? ഡീഷീൽഡഡായി. അങ്ങനെയാണ് അതിൻ്റെ റേഞ്ച് 10 to 12 ppm വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആൽഡിഹൈഡ്, കീറ്റോൺ എന്നല്ല,
ആൽഡിഹൈഡും കീറ്റോണും നമ്മൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് പറയുക. അതുപോലെ ആസിഡ്, ഇതൊക്കെ എന്താണ് ലോവർ വാല്യൂസിലോട്ടൊക്കെയാണ്, ലോവർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ഫീൽഡിലോട്ടാണ് വരുന്നത്, ഹയർ ഡെൽറ്റ വാല്യൂ. അപ്പോൾ ഹയർ ഡെൽറ്റ വാല്യൂ അല്ലെങ്കിൽ ഡൗൺ ഫീൽഡിലാണ് ആസിഡ് ഉള്ളത്, ആൽഡിഹൈഡ് കീറ്റോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊണൻസും ഇലക്ട്രോനെഗറ്റിവിറ്റി എഫക്റ്റും കൂടിയിട്ടാണ് 10 to 12 ppm വരെ ഡൗൺ ഡീഷീൽഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഡൗൺ ഫീൽഡിൽ പ്രോട്ടോൺ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആണ് സൊല്യൂഷനെങ്കിൽ കൂടുതൽ മോളിക്യൂൾസ് കൂടുതൽ മോളിക്യൂൾസ് ഉണ്ടാകും, അതായത് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഡയല്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ ഒരു അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 0.5 to 1 ppm ആണ് നോർമൽ OH-ൻ്റെത്. അപ്പോൾ നമ്മളിത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് വരുന്ന സമയത്ത് അബ്സോർപ്ഷൻ ഇവിടെ വരും 4 to 5 ppm വരും. അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് വാല്യൂ എന്ത് ചെയ്തു, കുറഞ്ഞു. വാല്യൂ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ വാല്യൂ കൂടി, നമ്മളെ ഷീൽഡിങ് എന്തായി, കുറഞ്ഞു. ക്ലിയർ? അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് വരുന്ന സമയത്ത് നോർമൽ OH-ൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 0.5 to 1 ppm ആണ്. അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്ന സമയത്ത് അതെന്തായിട്ട് മാറി, കൂടുതൽ ഡെൽറ്റ വാല്യൂ 4 to 5 ppm ആയി, അല്ലെങ്കിൽ ഡി ഷീൽഡഡ് ആയി ആ പ്രോട്ടോൺ, അല്ലെങ്കിൽ ഡൗൺ ഫീൽഡിലോട്ടേക്ക് വന്നു. അതുപോലെ ബാക്കി ഗ്രൂപ്പ്സ് ആണുള്ളത്. ഇവിടെ നോക്കുക, ROH നോർമൽ ആൽക്കഹോൾ 0.5 to 5 ആണ്. അതിലേക്ക് നമ്മളൊരു AR ഗ്രൂപ്പ്, AR എന്ന് പറഞ്ഞാൽ ഫിനൽ ഗ്രൂപ്പ് വരുമ്പോൾ എന്തായി, ഇലക്ട്രോനെഗറ്റീവ് ആറ്റായി. ഇലക്ട്രോനെഗറ്റീവ് ആറ്റെന്നല്ല, നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു. ആ സമയത്ത് 4 to 7 ppm ആയിട്ട് അത് മാറി. അപ്പോൾ അങ്ങനെ കുറച്ച് വാല്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈനോൾസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ sp2 ആണ്, ആ എഫക്റ്റും അതുപോലെ ഇലക്ട്രോനെഗറ്റീവ് എഫക്റ്റും ഒക്കെ വന്ന് മോർ ദാൻ 15 അല്ലെങ്കിൽ 13 to 15 ആ റീജിയൻ 16 ആ റീജിയനിലോട്ടേക്ക് വരും. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഡൗൺ ഫീൽഡായിട്ട് വരും, അല്ലെങ്കിൽ ഡി ഷീൽഡഡ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഹയർ ഡെൽറ്റ വാല്യൂ വരും. അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഒന്നെന്താണ്, ഹൈബ്രിഡൈസേഷൻ, അനൈസോട്രോപ്പി, ഹൈഡ്രജൻ ബോണ്ടിങ്, അതുപോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഒരിക്കലും കൺഫ്യൂഷൻ ആവാൻ പാടില്ലാത്തത് ആ ടേംസ് ആണ്, അപ്പ് ഫീൽഡ്, ഡൗൺ ഫീൽഡ്, അതേപോലെ എന്താണ് ഷീൽഡിങ്, ഡി ഷീൽഡിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.